അരിയിൽ ഷുക്കൂർ വധക്കേസിന്റെ വിചാരണ ആരംഭിച്ചു. പി ജയരാജനും ടി വി രാജേഷും ഉൾപ്പെടെ പ്രതികളായ കേസിൽ വിചാരണ നടക്കുന്നത് 2 ഘട്ടങ്ങളായിട്ടാണ്. കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി പി ജയരാജൻ പറഞ്ഞു. അജിത് ബാബു ആണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. അജിത്, ഈ വിചാരണ തുടങ്ങിയിരിക്കുന്നു. എന്തൊക്കെ വാദങ്ങളാണ് പ്രതിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയരുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? അരിയിൽ ഷുക്കൂർ വധക്കേസിന്റെ വിചാരണ തുടങ്ങിയിരിക്കുന്നു. പി ജയരാജനും ടി വി രാജേഷും ഉൾപ്പെടെ പ്രതികളായ കേസിന്റെ വിചാരണയാണ് നടക്കുന്നത്. 2 ഘട്ടങ്ങളായിട്ടാണ് വിചാരണ. രാഷ്ട്രീയ കേരളം വളരെ ശ്രദ്ധയോടെ നോക്കുന്ന ഒരു കേസാണിത്. കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി പി ജയരാജൻ പറയുന്നു. പി ജയരാജന്റെ ബൈറ്റ് കാണാം നമുക്ക് ആദ്യം. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഹാജരായിട്ടുള്ള വക്കീല് അത് കോടതിക്കകത്ത് പറയേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ കോടതിക്കകത്ത് എടുത്തിട്ടുള്ള നിലപാടാണ്. അപ്പോൾ കോടതിക്കകത്ത് ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള അഭിഭാഷകന്മാരുണ്ട്. അഭിഭാഷകന്മാർ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യും. അല്ല, അത് കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കും എന്നാണ് പറയുന്നത്. അരിയിൽ ഷുക്കൂർ വധക്കേസിന്റെ വിചാരണ തുടങ്ങിയിരിക്കുന്നു. 2 ഘട്ടങ്ങളിലായിട്ടാണ് വിചാരണ. 2012 ഫെബ്രുവരി 20-നാണ് ഷുക്കൂർ കൊല്ലപ്പെടുന്നത്. രാഷ്ട്രീയമായി വലിയ കോളിളക്കം സൃഷ്ടിച്ച കേസാണ്. അന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന പി ജയരാജന്റെ വാഹന വ്യൂഹത്തിന് നേരെ കല്ലെറിഞ്ഞുവെന്ന് ആരോപിച്ച മുസ്ലിം ലീഗ് പ്രവർത്തകനായ ഷുക്കൂറിനെ തളിപ്പറമ്പിലെ ചുള്ളിയോട് വയലിൽ തടങ്കലിൽ വെച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയ കേസാണ്. കേരളം വലിയ തോതിൽ ചർച്ച ചെയ്ത രാഷ്ട്രീയ കൊലപാതക കേസിന്റെ വിചാരണയാണ് തുടങ്ങിയിരിക്കുന്നത്. അജിത് ബാബു ചേരുന്നു വിവരങ്ങളുമായി. അജിത്, എന്തൊക്കെയാണ് കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ? ലക്ഷ്മി പത്മ 2012 ഫെബ്രുവരി 20-ന് തളിപ്പറമ്പിലെ ചുള്ളിയോട് വയലിൽ തടങ്കലിൽ വെച്ച് വിചാരണ ചെയ്ത് കൊലപ്പെടുത്തിയെന്ന കേസിലാണ് എറണാകുളം CBIയുടെ പ്രത്യേക കോടതിയിൽ വിചാരണ ആരംഭിച്ചിരിക്കുന്നത്. ആകെ 33 പ്രതികളും 82 സാക്ഷികളുമാണ് കേസിലുള്ളത്. അതിൽ 2 പ്രതികൾ ഇതിനോടകം മരിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ഇന്ന് കോടതിയിൽ പി ജയരാജൻ ഉൾപ്പെടെയുള്ളവർ ഹാജരായ ഘട്ടത്തിൽ കേസിനെ പറ്റി കോടതിയിൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും മാധ്യമങ്ങളോട് ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നില്ലെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്.